ഒരു പണിയെടുക്കാതെ കാശ് മേടിച്ചിട്ട് വന്നാലാ. ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം പാർട്ട് ടൈം അല്ലെങ്കിൽ കാഷ്വൽ ജോബ് കിട്ടാന്ന് പറഞ്ഞാൽ നല്ല ടഫായ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കും തന്നെ ഇതെല്ലാം കൊണ്ട് മാനേജ് ചെയ്യാനും നല്ല ടഫാണ്. എന്നാൽ നമുക്കിപ്പോൾ ജോലിക്ക് വെറുതെ ഇരുന്ന് കാശ് കിട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. കൊള്ളാമല്ലേ. ഇന്ന് ട്രെയിനിങ് ആണ് കേട്ടോ, ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ജോലിയിൽ അപ്ലൈ ചെയ്തതും കിട്ടിയതും എല്ലാം. ഒരു കാഷ്വൽ വർക്ക് തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഷ്വൽ വർക്ക് പോലത്തെ തന്നെ വേറൊരു കാഷ്വൽ വർക്കാണിത്. അപ്പോൾ ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കെട്ടി ഒരുങ്ങി പോകുന്നത്. അപ്പോൾ ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യൂണിഫോമൊന്നുമില്ല, വെറുതെ പോയാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് കാഷ്വൽ വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴൊന്നും ഷിഫ്റ്റ് കിട്ടില്ല കേട്ടോ. ഇത് പിന്നെ കൊതുകിൻ്റെ ഫോഴ്സിലാണ് അതിനകത്തിരിക്കുന്നത്. പിന്നെ ഇന്ന് നല്ല ഭംഗിയായിരുന്നു കേട്ടോ സ്കൈ കാണാൻ. അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ ഇൻഡക്ഷൻ വന്നായിരുന്നു. അപ്പോൾ എൻ്റെ പണി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോവുക, വെറുതെ ഇരിക്കുക, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ശരിക്കും ഇതുപോലെ പണി കിട്ടിയ ഒരു ദിവസം വേറെ ഇല്ല എന്നും കൂടെ പറയാം. അതെന്താണെന്നുള്ളത് വഴിയേ പറയാം കേട്ടോ. തോന്നിവാസങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് എഗെയിൻ വെൽക്കം ടു എപ്പിഡോസ് ഓഫ് മൈ തോന്നിവാസങ്ങൾ. ഞാനിന്ന് വെറുതെ ഇരുന്ന് കാശ് മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റേഡിയം വർക്കാണ് കൂടുതൽ വരിക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വലിയ ഒരു ഇതാണ് ഫുട്ബോൾ, ഇതാണ് ഓക്ലൻഡ് FC എന്ന് പറയുന്നത്. അവരുടെ ക്ലബിൻ്റെ ഇതൊക്കെ നടക്കുന്നത് കൂടുതലും ഇവിടെയാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റേഡിയത്തിലാണ് കൂടുതലും ഈ ഫുട്ബോളിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുക. അതുപോലെ ഇപ്പോൾ കോൺസേർട്ടൊക്കെ ഉണ്ടെങ്കിലോ അതുമൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ നടക്കുക. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ പേരൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പേരൊക്കെ എഴുതി തനിയെ ഒട്ടിച്ചു. പിന്നെ ഇവരിത് ബോർഡിൽ നമ്മുടെ പേര് എടുത്തിട്ട് ഇവിടെ ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇൻഡക്ഷൻ വന്നവരാണ്. പിന്നെ അവർ നമുക്കൊരു പേപ്പർ തന്നു, നമ്മുടെ ബോർഡിൽ പേര് എഴുതിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അത് അവരെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം സ്റ്റാഫ് കിയോസ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എനിക്ക് കോർപ്പറേറ്റ് വേണോ റീറ്റെയിൽ വേണോ എന്ന് വെച്ചപ്പോൾ ഞാൻ ചാടി പിടിച്ചു. എനിക്ക് കോർപ്പറേറ്റ് വേണമെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. കാരണം VIP കസ്റ്റമേഴ്സിനായിരിക്കും നമുക്ക് ഡീൽ ചെയ്യാൻ കിട്ടുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്നല്ല, പക്ഷേ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ജോലിയാണ് കേട്ടോ. അത് ഇവിടെ കൺസിഡേർഡ് ടു ബി വലിയ ജോലി തന്നെയാണ്. ഇനി ഞാൻ ചെയ്ത ഇന്നത്തെ തോന്നിയാസം പറയാം. എൻ്റെ കൂടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ ഈ മൗണ്ട് സ്മാർട്ട് എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിൽ പല പ്രാവശ്യം പല ജോലിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വഴിതെറ്റി പോകുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ വഴിതെറ്റിപ്പോയി ഞങ്ങൾ അവസാനം പോകേണ്ട എതിർ ദിശയിൽ കൂടെ എവിടെയും എത്തിയിട്ടു. അങ്ങനെ ഗ്ലെന്നിനസ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് രാത്രി ഒരു 9 മണി കഴിഞ്ഞപ്പോഴാണ് പരിപാടിയെല്ലാം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പിള്ളേരെ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുപോകാം, എനിക്കറിയാം വഴി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ്. അവസാനം ഈസ്റ്റേൺ ലൈനിൻ്റെ ട്രെയിനൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ബസ് ഇറങ്ങിയായിരുന്നു പോകേണ്ടിയിരുന്നത്. ഞാൻ അങ്ങനെ പോയിട്ടുമില്ല. അവസാനം ഇരുന്നിട്ട് ഒരു ഡ്രൈവർ ഭയങ്കരമായിട്ട് ചൂടായതുകൊണ്ട് തന്നെ അയാളോട് എനിക്ക് വഴി ചോദിക്കാനും പറ്റിയില്ല. അങ്ങനെ അവസാനം ഗ്ലെന്നിനസി ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ബസ്സിൽ കയറി. ആ ബസ്സിൽ നിന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ, സത്യം പറയാമല്ലോ, സിറ്റിയിലായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ സിറ്റിയിൽ ഇറങ്ങി ഞാൻ ഇന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ ആ പിള്ളേരെയും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തി. സംഭവമായിട്ടോ ഭാഗ്യം.